ഈ വർഷവും ലോക പ്രമേഹ ദിനം സമുചിതമായി ആചരിച്ച് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പ്രമേഹത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 14-നാണ് ലോകാരോഗ്യ സംഘടനയുടെയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനമായി ആചരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല ദിനാചരണമാണ് ഒരു പടി മുമ്പായി തന്നെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ വെച്ച് നടത്തിയത്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ആഘോഷമായിട്ട് ചെയ്യുന്നതായിരുന്നു പല പ്രോഗ്രാം. കൂടെ സൈക്കിൾ റാലി, മാരത്തോൺ തുടങ്ങി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ CRM വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളത് വെട്ടിച്ചുരുക്കി ചെറിയ രൂപത്തിൽ ഒരു ഔദ്യോഗികമായിട്ടൊരു ജസ്റ്റ് എന്താ പറയാ അതിനുമുമ്പ് എനിക്കൊന്ന് CRM കൂടി കലർത്തിയിട്ട് പറയാമോ? കാരണം ഡയബറ്റീസിന്റെ പ്രധാന ഘടകം നിങ്ങൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ കുറെ ഡാറ്റ എൻട്രി ചെയ്യുന്നതും സബ് സെന്ററുകളിൽ NCD ജയിച്ചാണെങ്കിൽ പോലും ചാർജ് ഞാനത് ആദ്യമായി പറഞ്ഞ ചാർജ് എന്ന് ഞാൻ പറഞ്ഞത്. ചടങ്ങിൽ HWC നോഡൽ ഓഫീസർ ഡോക്ടർ ധന്യ ദയാനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ PP ഹസീബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് MLSP ജീവനക്കാർക്കായി നടത്തിയ പരിശീലന പരിപാടിയിൽ WHO കൺസൾട്ടന്റ് അനൂപ് ജേക്കബ് ക്ലാസ് എടുത്തു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. രോഗനിർണയം നടത്തി നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ വൃക്കരോഗം, ഹൃദ്രോഗം, ന്യൂറോപ്പതി തുടങ്ങിയ മറ്റനുബന്ധ രോഗങ്ങൾക്കും ഇത് കാരണമാകും. ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DMO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.